നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഒരു സർക്കാരിന് വരെ ഇട്ട് പത്തിക്കടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. പുതിയ വാർത്തകൾ വരുമ്പോൾ ഒരുപക്ഷെ നമുക്കും ആശ്ചര്യം തോന്നും, ഇത് അയ്യപ്പന്റെ ശരിക്കും ഉള്ള അടിയാണോ എന്നുള്ളത്. കാരണം അത്രയ്ക്ക് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കേസ് പോകുന്നത്. കാരണം ഗൂഢാലോചന ആരൊക്കെ നടത്തിയിട്ടുണ്ടോ ആ കള്ളന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി വെച്ചിട്ടുണ്ട്. രണ്ടാമത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം. ഒരുപക്ഷെ ചില കേസുകളിലൊന്നും അത്തരത്തിൽ പറയാത്ത കോടതി ഇത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് ആവർത്തിച്ച് പറയുകയാണ്. മൂന്നാമത്തതാണ് രസകരമായിട്ടുള്ള കാര്യം, ദേവസ്വം ബോർഡിനെയും ദേവസ്വം വിജിലൻസിനോട് ഒപ്പം തന്നെ സർക്കാരിനെയും പ്രതിപട്ടികയിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പല മന്ത്രിമാരും പല ആൾക്കാരും സർക്കാർ തലത്തിലുള്ള പല ആൾക്കാരും പെടും എന്നുള്ളത് ഉറപ്പായി. എന്താണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ലേ പോകുന്നത്? എങ്ങനെയുണ്ട് ഇതിപ്പോൾ? എന്തായാലും അയ്യപ്പന്റെ മുതൽ കട്ടു എടുത്തു എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ആ ആൾക്കാരെ കണ്ടുപിടിക്കുക, അത് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോരുക എന്നുള്ളതിനിപ്പോൾ ഹൈക്കോടതിയും വളരെ പച്ചക്കൊടി കാട്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് അടച്ചിട്ട കോടതി മുറിയിലാണ് രഹസ്യ സ്വഭാവം 101% ഉറപ്പാക്കിയിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറിയത്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ നമ്മൾക്ക് മാധ്യമങ്ങൾക്ക് അറിയാത്ത മറ്റു പല കാര്യങ്ങളും 10 ദിവസമായിട്ടുണ്ടായ അന്വേഷണത്തിന്റെ എല്ലാം തന്നെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് മാധ്യമങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സ്വർണ്ണപ്പാളി ഉരുക്കിയിട്ടുണ്ടെന്നും ആ ഉരുക്കിയ സ്വർണം പുറത്തെടുത്തിട്ടുണ്ട് എന്നുമുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുകയാണ്. എന്തായാലും അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം 15 പേരുടെ ഒരു പ്രതിപട്ടിക വേറെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപട്ടികയിൽ ഇപ്പോൾ 3 പേരെയാണ്. അപ്പൊ ഈ കേസ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഈ 2 കൂട്ടരെ ഇനി വരുന്ന വിവരങ്ങൾ ഈ 2 കൂട്ടരും അറിയാതിരിക്കാൻ, കാരണം ഒരു കേസ് നടക്കുകയാണെങ്കിൽ അതിൽ പ്രതികളായപ്പെട്ട ആര് ചോദിച്ചാലും ഈ വിവരങ്ങൾ കൊടുക്കണമെന്ന് ഉറപ്പുണ്ട്. അത് അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷൻസിനും കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് വേറൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസിൽ ദേവസ്വം വിജിലൻസിനെയും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയുമാണ് പ്രതിപട്ടികയിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന വിവരം, അന്വേഷിച്ചു വരുന്ന വിവരങ്ങൾ അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കും, ഒരിക്കലും പ്രതികൾക്ക് കിട്ടില്ല. അതുകൊണ്ട് അതിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും എത്തുകയാണെന്നെങ്കിൽ അതിൽ ലൂപ്പ് ഹോൾ കണ്ടെത്താൻ ഇവർ ശ്രമിക്കും. തീർച്ചയായും. അതുകൊണ്ടാണ് ദേവസ്വം വിജിലൻസിനും ബോർഡിനും സർക്കാരിനുമെതിരെ, ഇതിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്, സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും എല്ലാം തന്നെ അവരിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളെയൊക്കെ പിടിച്ച് ഇന്നലെ ചോദ്യം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ദേവസ്വം രാവിലെ 4 മണിക്കോ മറ്റോ ചോദ്യം ചെയ്തു. അതിൽ നിന്ന് പലതും മനസ്സിലായിട്ടുണ്ട്. ചെന്നൈ മാത്രമല്ല ബംഗളൂരുവിലൊക്കെ പോയതും ഒക്കെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇപ്പോൾ യഥാർത്ഥ സ്വർണ്ണം എവിടെയെന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതായത് വിജയമല്ലി അന്ന് കൊടുത്ത യഥാർത്ഥ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണവും ആ ഒരു വാതിൽ പാളികളും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ദ്വാരപാലക ശില്പമാണ് ഉരുക്കിയത്. അത് മാത്രമാണ് സ്മാർട്ട് ക്രിയേഷനിൽ ഉരുക്കിയെടുത്ത്. പക്ഷെ എന്നിട്ട് ആ ഉരുക്കിയ സംഗതി ഉരുക്കിയിട്ടും ബാക്കി മിച്ചമുണ്ടായിരുന്ന സംഗതി എവിടെ പോയെന്നുള്ള അറിയില്ല. ഇപ്പോൾ ശരിക്കും ശബരിമലയിൽ ഇരിക്കുന്നതെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്പോൺസറിൽ നിന്നും പല ആൾക്കാരിൽ നിന്നും എടുത്ത സ്പോൺസർഷിപ്പിൽ തയ്യാറാക്കിയ പുതിയ ദ്വാരപാലക ശില്പവും പുതിയ വാതിൽപ്പാളികളുമാണ്. അപ്പോൾ പഴയ വാതിൽപ്പാളി മുരാരി ബാബുവിന് കൊടുത്തെന്നും ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തെന്നും, പക്ഷെ അത് ഉരുക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള സംഗതി നമുക്കറിയാം. വിശ്വാസത്തിന്റെ പേരിൽ ഇത് ആരും വാങ്ങിക്കും, കോടികൾ ചെലവാക്കി. അതിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുക്കി. മാത്രമല്ല ഓരോ വർഷവും ഓരോ സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇത് പൂശാനുള്ള ഇത് വാങ്ങിയിട്ട് അതിൽ നിന്ന് മുക്കിയെടുത്ത് മൊത്തത്തിൽ കട്ടെടുത്തു എന്ന് പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇത് പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നാ. ഇദ്ദേഹം കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നതിനൊക്കെയാണ് കൂലി വാങ്ങിയത് എന്നുള്ളതും പറയും. അപ്പൊ മൊത്തത്തിൽ അയ്യപ്പനെ വിറ്റ് തൊലച്ച് കാശാക്കി, അയ്യപ്പനെ പ്രദർശിപ്പിച്ച്, അതായത് ഏതൊക്കെ തരത്തിൽ കൊണ്ടുവന്ന് ചെയ്യാമോ അതെല്ലാം ചെയ്ത് പണം ഉണ്ടാക്കി എന്നുള്ള. അപ്പൊ ഇത്തരത്തിലുള്ളവന്മാരെ അയ്യപ്പൻ വെറുതെ വിടത്തില്ല. ഇന്ന് കോടതി വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് കോടതി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ. അതിൽ ഒന്ന് രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്നുള്ളത്. കാരണം ഒരു കുഞ്ഞു വ്യക്തികൾ പോലും ഇത് പുറത്തേക്ക് അറിഞ്ഞ് ഇവരെ സഹായിക്കുവാനോ അല്ലെങ്കിൽ ഇതിന് ബദലായിട്ട് തടയിടുവാനോ നിൽക്കരുത് എന്നുള്ള ഒറ്റ തീരുമാനം കോടതിക്കുണ്ട്. രണ്ടാമത് ഗൂഢാലോചന
ഗൂഢാലോചന നടത്തിയ ഏതൊക്കെ കള്ളന്മാരുണ്ടോ, ഏതൊക്കെ തിമിംഗലങ്ങളുണ്ടോ പൊക്കിയെടുത്ത് തൂക്കിയെടുത്ത് ഇവിടെ എത്രയും വേഗം കൊണ്ടുവരണം എന്നുള്ളത്. 10 ദിവസത്തിനകത്ത് ഓരോ ഇൻഫോർമേഷനും കോടതിയെ അറിയിക്കണം എന്നുള്ളത്, എത്രയും വേഗം കേസ് മുന്നോട്ട് പോകണം എന്നുള്ള, അതിവേഗം ചെയ്യണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം. ഒരു കേസിനും ഒരു പക്ഷേ ഇത്രയും അതിവേഗം ചെയ്യണമെന്ന് കോടതി പറയത്തില്ല. മൂന്നാമത്തതാണ് ഏറ്റവും നിർണായകം. ദേവസ്വം ബോർഡ്, ദേവസ്വം വിജിലൻസ് ഒപ്പം സർക്കാർ പ്രതി ചേർത്ത് കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് സർക്കാരിനെ എന്തിന് പ്രതി ചേർത്ത് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നിടത്താണ് സർക്കാരും പ്രതിപട്ടികയിലുണ്ട്. ഇന്ന് വിജിലൻസ് കൊടുത്തിട്ടുള്ള SITയുടെ അന്വേഷണത്തിൽ കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളിലും നേരെ പോകുന്നത് സർക്കാരിലേക്കാണ്. ദേവസ്വം ബോർഡിലേക്കും വിജിലൻസിലേക്കും മാത്രമല്ല സർക്കാരിലേക്ക് കൂടിയാണ് ഇത്തരത്തിലുള്ള അന്വേഷണം പോകുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിലെ ആരൊക്കെ പ്രതികളാകാൻ സാധ്യതയുണ്ട്? അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെ പിണറായി വിജയൻ വരെ പ്രതികളാവാൻ സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി, അന്നത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ ഇതിനകത്ത് പ്രതിപട്ടികയിലാക്കിയിട്ടുണ്ട്. കാരണം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കണ്ണ് തെറ്റിച്ച് ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായിട്ടോ മുരാരി ബാബുവിന് മാത്രമായിട്ടോ ഇത് കടത്താൻ സാധിക്കില്ല. ദേവസ്വം മന്ത്രിയുടെ കണ്ണ് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കണ്ണും ചെവിയും എല്ലാം അന്ന് ശബരിമലയിലായിരുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് 3 സ്ത്രീകളെ അതിനകത്ത് കയറ്റിയത്. അത്രയും കയറ്റുന്ന മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒന്നും അറിയാണ്ട് അല്ലെങ്കിൽ അവിടുന്ന് ഒന്നും സാധനം പോയില്ല എന്ന് പറയരുത്. കാരണം നിങ്ങൾക്ക് ആ ശബരിമലയിൽ അന്നത്തെ ദിവസങ്ങളിൽ ആരൊക്കെ കയറുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ അനുസരിച്ചാണ് ഈ 3 സ്ത്രീകളെ നിങ്ങൾ കയറ്റിയത്, ആരും അറിയണ്ട. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അവിടെ 3 പേരെ അങ്ങോട്ട് കയറ്റുന്നു, അയ്യപ്പനെ മൊത്തത്തിൽ ഇങ്ങോട്ട് എടുക്കുന്നു. ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് സർക്കാർ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഏതായാലും ഹൈക്കോടതിയിലെ ഉടുമ്പ് പിടിച്ചേക്കുന്നത് പോലെ ഇപ്പൊ സർക്കാരിനെ പിടിച്ചേക്കുവാണ്. പിണറായി വിജയന്റെ ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പിനെ ഇത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹൈക്കോടതി ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും ചില ചായ്വുകൾ കോടതിയുടെ കാണാറുണ്ട്, നമ്മളൊക്കെ വിമർശിക്കാറുമുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ഈ ഒരു തീരുമാനം എന്തുകൊണ്ട് നിർണായകമാണ്? സത്യസന്ധമായ രീതിയിലാണ് നീതിദേവത പോയിക്കൊണ്ടിരിക്കുന്ന സത്യസന്ധമായ രീതിയിൽ. ഇത് ഒരുപക്ഷെ അയ്യപ്പൻ എന്ന വിശ്വാസത്തിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതാണ്. മാത്രമല്ല ഇതിലെ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നുള്ളത്, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റേത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്നുള്ളത് നമുക്കറിയാം. പല വമ്പന്മാർ ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ ഒരു SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗസ്ഥർക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഇത് വരും. പക്ഷെ ഇതുവരെ അവർ എടുത്തിട്ടുള്ള അന്വേഷണങ്ങൾ കൃത്യമാണ്. ഒരു പക്ഷേ പ്രതിപക്ഷത്തിനും അതിന് ഒരു സംശയത്തിന് ഇടം കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ CPM-ഉമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളവരായതുകൊണ്ട് ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട്. എന്ത് തന്നെയാലും ഒരു CBI അന്വേഷണത്തിൽ വേണമെന്നുള്ള രീതിയിലും വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി ഏത് തീരുമാനത്തിലേക്കാണ് പോകുന്നത് നോക്കാം. അല്ലെങ്കിൽ അവിടെ കൊണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയും കോൺഗ്രസും ഇതൊരു ആയുധമാക്കി തന്നെ എടുത്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അങ്ങനെ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കേന്ദ്രം പോലും ഒരു പക്ഷേ അംഗീകരിച്ച് തരും. ഇന്ന് രാഷ്ട്രപതി എത്തുന്നുണ്ട് ശബരി. അപ്പൊ അത്രയ്ക്ക് അത് വിശ്വാസം എന്ന് പറയുന്നത് അതുക്ക് മേലെ പറക്കാൻ ഒരു പാർട്ടിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറ്റത്തില്ല. വിശ്വാസം എന്നത് അവനവന്റെ ഉള്ളിലാണ്. അത് ഒരിക്കലും കേന്ദ്രത്തെ സ്വാധീനിക്കാൻ പറ്റില്ല. ഹൈക്കോടതിയെ, സുപ്രീം കോടതിയെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. വേറെ എന്ത് കട്ടുമുടിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന ജനം ഒരുപക്ഷെ അയ്യപ്പന് കൈയിട്ട് വാരിയപ്പോൾ തക്ക പണി തന്നെ കിട്ടി എന്നുള്ളത് തന്നെ പറയാം. ഒരു 5-6 കേസ് പിണറായി വിജയനും മക്കൾക്കും എതിരെയുണ്ട്. മാസപ്പടി, ലാവ്ലിൻ കേസ്, ഈ പറയുന്നോണം ലൈഫ് മിഷൻ, ഇത്രത്തോളം കേസുകളുള്ള മുഖ്യമന്ത്രിയെ വേറെ എങ്ങും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ താങ്കൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇത് കൃത്യമായ മറുപടി താങ്കൾ പറഞ്ഞേ പറ്റൂ. കാരണം അന്നത്തെ ദിവസം നിങ്ങളുടെ കൈയും ചെവിയും തലയും മൂക്കും എല്ലാം അന്ന് ശബരിമലയിൽ തന്നെയായിരുന്നു. വെറും 5-6 ക്ഷേത്രങ്ങൾ മാത്രം നിയന്ത്രിക്കേണ്ടുന്ന ദേവസ്വം മന്ത്രി ഈ ഒരു ക്ഷേത്രം പോട്ട് ഗുരുവായൂരപ്പനെ ഇതുപോലെ കട്ടുമുടിച്ച് വെച്ചേക്കും. അപ്പം ഇതെല്ലാം കട്ടുമുടിച്ചെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പോയി. മൊത്തത്തിൽ ചെമ്പ്, പിത്തള, ഈ പഞ്ചലോഹം ഒക്കെ ഒന്നുമില്ല. ഈ വെള്ളി ഇതുപോലെ തന്നെ ഉരുക്കുക, കൊണ്ടുവരിക, തിരികെ കൊണ്ടുവരുന്നത് അതേ അല്ല.
വേറെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ പോലെ ചെമ്പും മറ്റേ വിളക്കൊക്കെ കൊണ്ടു കൊടുക്കുമല്ലോ. ശരിക്കും സ്വർണ്ണ വിളക്കുകളൊക്കെ കൊണ്ടു കൊടുത്ത ഭക്തരുണ്ട്. ഇതിനൊന്നും 15 ലക്ഷം രൂപയുടെ ഒരു സംഗതി കൊണ്ടു കൊടുത്തായിരുന്നു. അതിനൊന്നും ആ പുള്ളിക്ക് റെസിപ്റ്റ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ആനക്കൊമ്പ്, അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ആനകളുടെ കൊമ്പുകൾ മുറിക്കുമല്ലോ, അതൊന്നുമില്ല, പല കൊമ്പുകളൊന്നും ഇല്ല അവിടെ. അപ്പം അവിടെ ഇത്തരത്തിൽ കോടികൾ ഗുരുവായൂരപ്പനെയും വെച്ച് തുറച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയേണ്ടിയിരിക്കുന്നത് സർക്കാരും ദേവസ്വം മന്ത്രിയാണ്. കട്ടുമുടിച്ച് വെച്ചേക്കുക. വിശ്വാസത്തെ പോലും, ദൈവങ്ങളെ പോലും വെറുതെ വിടാത്ത ഒരു പാർട്ടിയായി മാറിയോ എന്ന് ജനം ചോദിക്കുന്നതിൽ ഒരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് നമുക്ക് അറിയാൻ പറ്റുമല്ലേ. ഇപ്പോൾ ഒരു നല്ല രീതിയിലല്ലേ അന്വേഷണമൊക്കെ പോകുന്നത്? നല്ല രീതിയിൽ അന്വേഷണം പോകുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അന്വേഷണ സംഘം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ തീരുമാനം അറിയണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ 2 ആഴ്ച കൂടി കൂടുതൽ വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ചെന്നൈയിലും ബാംഗ്ലൂരിലും എല്ലാം പോയി അന്വേഷിക്കേണ്ടതുണ്ട്. ഉണ്ണീകൃഷ്ണൻ പോറ്റിയിലും സ്മാർട്ട് ക്രിയേഷൻസിലും മാത്രം ഒതുങ്ങാതെ അവർ പോയ വഴിയിലും പല സ്രാവുകളും വീണുപോയിട്ടുണ്ട്. അവരെ പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരു 2 ആഴ്ച കൂടി അധികം സമയം വേണമെന്ന് ഹൈക്കോടതിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് SIT. എന്തായാലും അതിനനുസരിച്ചാണ് ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പോകുന്നത്. ഇനി അതുപ്രകാരമുള്ള സിറ്റിംഗ് ആണ് ഇന്ന് നടന്നത്. തുടർന്നും അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനും കേസിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കണമെന്നും കോടതി ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകരെയും അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ മറ്റ് അഭിഭാഷകരെയും എല്ലാം പുറത്തിറക്കിയിട്ടാണ് ഓൺലൈൻ സംപ്രേഷണം ഉൾപ്പെടെ അതെല്ലാം ഓഫാക്കി അങ്ങനെ വളരെ രഹസ്യ സ്വഭാവം ആയിട്ടാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതി എടുത്ത കേസിനു പുറമെ മറ്റൊരു കേസ് കൂടി ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്തത് ഇതുകൊണ്ടാണ്. കാരണം ഒരു കാരണവശാലും ഈ വിവരങ്ങൾ സ്മാർട്ട് ക്രിയേഷനോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോ ആരും തന്നെ അറിയരുത് എന്നുള്ള ഉത്തമ വിശ്വാസത്തിന്റെ പുറത്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ വിജിലൻസ്, സർക്കാർ ഇവർ മാത്രമാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ പ്രതികളായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊന്നും അവർക്കൊന്നും ലഭിക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ആരെല്ലാമാണ് ഇതിന്റെ മുന്നിൽ ഒളിച്ചു കിടക്കുന്ന, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിൽ തിമിംഗിലങ്ങൾ മാത്രമല്ല, നീലത്തിമിംഗിലം, വേറെ ഒരു നീലത്തിമിംഗിലം നീന്തി തുടിക്കുന്നുണ്ട് കടലിന്റെ ആഴത്ത്. ആ നീലത്തിമിംഗിലത്തിനെ വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും രഹസ്യ സ്വഭാവത്തോടു കൂടി അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിനെ വലയിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ SIT ഇപ്പോൾ വിരിച്ച വല എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. കണ്ണികൾക്ക് നല്ല ബലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു കാര്യമുണ്ട്. അമിക്കസ് ക്യൂറി അവിടുത്തെ റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ കണക്കെടുപ്പ് നടത്തിയപ്പോഴാണ് മൊത്തം തിരിമറിയാണ്. 2016 മുതൽ തിരിമറിയാണ്. അവിടെ ഈ പറഞ്ഞ പല കണക്കുകളൊന്നുമില്ല. ഈ കിട്ടുന്ന വസ്തുക്കളുടെ കൃത്യമായിട്ടുള്ള രേഖകൾ പാലിക്കുന്നില്ല. പല കിട്ടിയതും ഇല്ല. പല സ്വർണ്ണങ്ങൾ പോയ വഴിയെ പിന്നീട് കാണുന്നില്ല. പോയ വസ്തുക്കളല്ല തിരികെ വന്നത്. ആനക്കൊമ്പില്ല. അപ്പൊ അവിടെ ഈ മൊത്തത്തിലുള്ള കണക്കെടുപ്പ് നടത്തിയപ്പം കണക്കെടുത്തവർ പോലും ഞെട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അമിക്കസ് ക്യൂറി ഈ പറയുന്നോണം ശബരിമലയിലും പല കണക്കെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 1950 കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ളത് പലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ആകപ്പാടെ ഇനി പ്രതീക്ഷയുള്ള ദ്വാരപാലക ശില്പം പോയി. മറ്റേ ആ വാതില് മുരാരി ബാബു മറ്റേ സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പ്രേക്ഷകരെ അറിയാൻ കാത്തിരിക്കുന്നത്. അത് അവിടെ ഉണ്ടോ എന്നുള്ളത് ഇതുവരെ അതിന്റെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. എന്തായാലും ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞത് അത് പൊള്ളയായ കളമാണ്. അവിടെ ഒന്നുമില്ല. ഈ പറയുന്നതുകൊണ്ട് ഇനി ശബരിമലയിലെ കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞിട്ട് തിരികെ വരുമ്പോൾ അറിയാം ഇനി ഇവിടെ എന്തൊക്കെ മുതലുകൾ നഷ്ടപ്പെട്ടു. അത് ശരിക്കും വജ്രങ്ങളും, ശബരിമല എന്ന് പറയുന്ന വജ്രങ്ങളും സ്വർണങ്ങളും എന്ന് വേണ്ട ആഭരണങ്ങളും അയ്യപ്പൻ അണിയാനുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന എന്തെല്ലാം വസ്തുക്കൾ ഓരോ വിശ്വാസികളും കൊണ്ടുവന്ന് ഓരോ വർഷവും കൊടുക്കുന്നത് ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള സ്വർണത്തിലും വജ്രത്തിലും പൊതിഞ്ഞ പല കാര്യങ്ങളും കൊടുക്കുന്നത് ഇനി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതും നമുക്കറിയാം. അത് പ്രത്യേകം രണ്ടാമത്തെ ഒരു വരുന്നുണ്ട്, കേസ് വരുന്നുണ്ട് അല്ലേ. എന്തായാലും പെട്ടത് പിണറായി സർക്കാരാണ്, പെട്ടിരിക്കുകയാണ്. കാരണം 10 വർഷത്തെ നീണ്ട ഈ ഒരു ഭരണത്തിൽ ഹിന്ദുമത വിശ്വാസികൾ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇനിയെങ്കിലും ഒന്ന് പൊയ്ക്കൂടെ, ഇനിയെങ്കിലും ഒന്ന് വെറുതെ ഇവിടെ ആ അയ്യപ്പൻ ഇപ്പൊ ഒരു ചേലയും ചുറ്റിയിരിക്കുന്നു, ഇനി അതും മോഷ്ടിച്ച് ആ വിഗ്രഹവും കൂടെ കൊണ്ടുപോകരുതേ എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ്. മൊത്തത്തിൽ ഒരു പക്ഷേ ഇത് വേറെ ഏതെങ്കിലും ഇവരെന്തെല്ലാം കള്ളത്തരങ്ങളും
കൊള്ളകളും ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിക്കോട്ട്. ഈ പറയുന്ന ഖജനാവിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഈ പറയുന്ന ജനങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്. പല അഴിമതികളും ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പല സംഭവങ്ങളും ഇപ്പൊ ദാണ്ട സ്മാർട്ട് റോഡിന്റെ ഇത് ദാണ്ട അവിടെയൊക്കെ പൊളിഞ്ഞൊക്കെ കിടക്കുന്നു. അപ്പൊ ഇവർ ഈ കാണിക്കുന്ന പലതിനകത്തും വെട്ടിപ്പും തട്ടിപ്പും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ക്ഷേത്രങ്ങളെയെങ്കിലും വെറുതെ വിട്ടൂടെ? പള്ളികളിൽ കയറാൻ പറ്റത്തില്ല, കയ്യും കാലും തല്ലി ഓടിക്കും. പക്ഷേ ഈ ക്ഷേത്രങ്ങളെയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് വിശ്വാസികൾ ചോദിക്കുന്നിടത്ത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇത് വളരെയധികം സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പാണ്.